ഇന്ത്യക്കാരായിട്ടുള്ള അമേരിക്കൻ ഫോഴ്സിലെ ഇൻ്റലിജൻസിലുള്ള പല ആൾക്കാർ സായി ഭക്തരായിട്ട് ഈ നിക്കോളാസ് മർഡറോ അതിൻ്റെ അകത്ത് മുഴുവൻ ഇവരങ്ങ് കയറി. ഏകദേശം ഒരു ഇന്റർനാഷണൽ ന്യൂസ് വീക്കിലി പറയുന്നത് 10-50 CIA ചാരന്മാര് സായി ഭക്തന്മാരായിട്ടും സനാതനികളുമായിട്ടും ഈ പ്രസിഡന്റിന്റെ ക്യാമ്പിനകത്ത് കയറി. അദ്ദേഹം എന്താണ് ആഹാരം കഴിക്കുന്നത്, ഇവരെ ഗുരുതുല്യന്മാരായിട്ട് ഇയാൾ നമസ്കരിക്കാനും കാലേ തൊടുന്ന പരിപാടി ഒക്കെ അങ്ങ് തുടങ്ങി. ഇയാൾ വലിയൊരു സായി ഭക്തനായിട്ട് അങ്ങ് മാറി. ഇത് പൂർണ്ണമായിട്ടും ഇവരങ്ങ് മുതലെടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനോ പോലും ഇല്ല ഒരേ സമയം 5000 പട്ടാളക്കാരുടെ സെക്യൂരിറ്റി. കരാക്കസില് വെനസ്വേലൻ ക്യാപിറ്റലിൽ 5000 പട്ടാളക്കാരുടെ സെക്യൂരിറ്റി ഉള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന നിക്കോളാസ് മഡുറോ. ആലോചിക്കണം, ഇതിനകത്ത് എങ്ങനെ പെനട്രേറ്റ് ചെയ്യുന്നേ. അതോ 12-13 ലെയറാണ് ഈ സെക്യൂരിറ്റി. വെനസ്വേലൻ എലൈറ്റ് ഫോഴ്സാണ് സെക്യൂരിറ്റിയുടെ മുഴുവൻ ഇൻചാർജ്. അതിൻ്റെ അകത്ത് പെനട്രേറ്റ് ചെയ്ത് അമേരിക്കൻ CIA അതേപോലെ തന്നെ അമേരിക്കൻ ഡെൽറ്റ ഫോഴ്സ് 1-1.5 മണിക്കൂർ കൊണ്ട് ഈ ഓപ്പറേഷൻ സക്സസ് ആക്കി കഴിഞ്ഞപ്പോൾ നിങ്ങളപ്പോൾ എന്തോ ധരിക്കുന്നത് പെട്ടെന്ന് കൊണ്ടായോ. അതിനകത്ത് ഇയാളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇസണ്ടങ്ങും പഠിച്ചങ്ങും മനസ്സിലാകും. അതാ പറഞ്ഞത് മാസങ്ങൾ എടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു ഓപ്പറേഷനാണിത്. കാരണം ഇയാൾക്കറിയാം ഇയാളെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ ഇയാൾ 8ഓളം ലൊക്കേഷനിൽ മാറി പോയി. ഇത് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, ന്യൂയോർക്ക് ടൈംസാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ എക്കണോമിസ്റ്റ് ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അത്രമാത്രം സെക്യൂരിറ്റി ഉള്ള രീതിയിലാണ് ഭയന്നിട്ട് ഇയാൾ ഈ വെനസ്വേലയിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഇയാളോട് നേരത്തെ പറഞ്ഞു നവംബർ 25 പ്രസിഡന്റ് ട്രംപുമായിട്ട് ഇയാൾ ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തി. അന്ന് ട്രംപ് ഇയാളോട് പറഞ്ഞു നിങ്ങൾ അങ്ങ് ടർക്കിയിലോട്ടങ്ങ് പോവുക. അന്ന് ഇയാൾ ആദ്യം ഇത് ചെയ്യാമെന്ന് പറഞ്ഞു, പിന്നീട് ഇത് റെഫ്യൂസ് ചെയ്തു. പിന്നീട് 2ാമത്തെ പ്രാവശ്യം ഡിപ്ലോമാറ്റിക്കലി ഇയാളോട് സംസാരിച്ചു നോക്കി.